നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർനൂൺ തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 times നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറയാം. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു വീഡിയോ എപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. പിന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. താങ്ക് യു. അതുപോലെ തന്നെ കൗൺസിലിംഗ് സെക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇത് വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്നാണ്. പ്രസൻറ്റ് എനർജീസിൽ എനിക്കിവിടെ സെൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മുമ്പ്, ഇപ്പോൾ ഈ വീഡിയോ എത്തുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമായിരിക്കാം, മേ ബി നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ അല്ലെങ്കിൽ ഒരു 5 days മുമ്പായിരിക്കാം, വാട്ട് എവർ, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായ ടൈമിൽ രണ്ടുപേരുടെയും എനർജീസ് വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ജയിക്കാൻ വേണ്ടിയിട്ട് അതും ഇതും ഒക്കെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്പറേഷൻ ഫേസ് ആണ്. ആ ഒരു സെപ്പറേഷനാണ് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. Six of Wands, Page of Wands, 7 of Swords, 2 of Pentacles, the Moon, Death. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു ടൈമിലുള്ള ഒരു എനർജീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇവരുടെ ലൈഫിൽ പുതിയതായിട്ട് ആരെങ്കിലും പുതിയൊരു പേഴ്സൺ എൻ്റർ ചെയ്തിട്ടുണ്ടാവും, ന്യൂ പേഴ്സൺ ഇവരുടെ ലൈഫിൽ എൻ്റർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിലുണ്ടായിരിക്കും. മേ ബി അതൊരു ട്രാൻസ്ഫർ ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മേ ബി പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവാം. അവർ ചെയ്തിട്ടുള്ള ജോലി അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരു ട്രാൻസ്ഫർ ആയി ഏതെങ്കിലും സ്ഥലത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ഓക്കെ, അതും ആകാം. മേ ബി തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ജോബ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം. ഓക്കെ, എന്തും നിങ്ങളുടെ തേർഡ് പാർട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി എന്തായാലും ക്ലിയർ ആയിട്ട് അറിയാം തന്നെ. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, കാണുന്ന വ്യൂവേഴ്സിന് എന്താണ് നിങ്ങളുടെ റിലേഷനിലെ തേർഡ് പാർട്ടി എന്നുള്ളത്. അപ്പം ഈ ഒരു എനർജീസിൽ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവർ ശരിക്കും നിങ്ങളുമായിട്ട് ആ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ കാര്യങ്ങളും ഈ റിലേഷനിൽ മൂവ് ഓൺ ചെയ്ത് പോയ കാര്യങ്ങളും ഒക്കെ ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്. ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഈ ഒരു ഏതോ ഒരു ടൈമിൽ നിങ്ങളുടെ ഓർമ്മ പെട്ടെന്നൊന്ന് വന്നിട്ട് ഈ ഒരു വ്യക്തി ഇവ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുകയാണ്. അതായത് നമ്മൾ റിവെഞ്ച് ചെയ്യാന്ന് പറയത്തില്ല ഓരോ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഇവിടെ തുടക്കം നിങ്ങളെ കണ്ട കാലം മുതൽ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ഫേസ് വരെയുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ പോലും മേ ബി ഈ ഒരു വ്യക്തി സ്ഥലം മാറി പോയിട്ടുള്ളത്, ജോലി ചെയ്ത് സ്ഥലം മാറി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ആയിട്ടുള്ളത് വിവരം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങളൊരു ഒരു സ്ഥലം മാറിപ്പോയത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മറ്റുള്ളവർ വഴി പറഞ്ഞായിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളായിട്ട് ഈ ഒരു വ്യക്തി എവിടെയാണെന്നോ ഇവരുടെ ഡീറ്റെയിൽസ് എന്താണെന്നോ ഉള്ള കാര്യമൊന്നും നിങ്ങളോട് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, എനിക്ക് ആ ഒരു എനർജീസാണ് ഇവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ എന്താണെങ്കിലും ഓവറോൾ എനർജീസ് ഡെത്തിൻ്റെ എനർജീസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയാണെങ്കിലും ശരി, ഇവർ ശരിക്കും ഈ റിലേഷനിൽ നിന്ന് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ലൈക്ക് ഇവിടെ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു വ്യക്തി ഇവിടെ.
അങ്ങനത്തെ ഒരു എനർജീസ് ആണ് ഈ ഒരു പേഴ്സണിൻ്റെ. ഐ ഡോണ്ട് നോ വൈ. നമുക്ക് ചെക്ക് ചെയ്യാം. കൂടുതലായിട്ട് ക്ലാരിറ്റിയിലേക്ക് പോകണമല്ലോ എന്തായാലും. വലിയൊരു ക്ലാരിറ്റി എനിക്കും കിട്ടിയിട്ടില്ല. വൈ ഹിയർ ഈസ് 6 of Wands ഹിയർ. വൈ ഹിയർ ഈസ് 6 of Wands. ഈ ആഫ്റ്റർനൂൺ തോട്ട്സിൽ എന്തുകൊണ്ടാണ് 6 of Thoughts 6 of Wands വന്നിട്ടുള്ളത്? ശരിക്കും ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ ഈ റൺ ചെയ്യുന്നതിന് മെയിൻ റീസൺ ഇവരിങ്ങനെ എന്താ പറയുക, ഇവർ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ റൺ ചെയ്യുന്നത്. മനസ്സിലായി? ഇന്നലെ നമ്മളൊരു റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാനലിൽ. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലർക്കും അത് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഞാനത് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾ അത് പോയി ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ അതുമായിട്ട് മാച്ച് ആവും ഈ ഒരു റീഡിങ്. ഓക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ തേർഡ് പാർട്ടിക്കാണെങ്കിലും എന്തിനാണെങ്കിലും കൂടുതൽ എനർജി കൊടുക്കുമ്പോഴാണ് ആ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് ആ ഒരു എനർജി എടുത്ത് കൂടുതലായിട്ടും ബാധിക്കുന്നുള്ളത്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവരുടെ ലൈഫിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ട് ഈ ഒരു റിലേഷനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല മുന്നോട്ട് പോയാലും. ഇപ്പോൾ ജസ്റ്റ് റീസെൻ്റായിട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ റിലേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം പോലും ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ളൊരു തോട്ട്സ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ഇതിലൊരു ഗ്രോത്ത് ഇല്ല. അപ്പോൾ ഇതിന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാതെ വേറെ ഓപ്ഷനില്ല. മേ ബി ഈ ഒരു വ്യക്തി, ഇതെനിക്കിവിടെ ട്രാൻസ്ഫറൻറ്റ് എനർജി മാത്രം, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് മാച്ച് ആവുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ള പ്ലേസിൽ നിന്ന് ട്രാൻസ്ഫർ ആയി, അല്ലെങ്കിൽ കുടുംബത്തോടെ ട്രാൻസ്ഫർ ആയി മാറി ഏതെങ്കിലും വേറെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വന്ന ആളായിരിക്കും. അവിടുന്ന് ട്രാൻസ്ഫർ ആയി വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് എന്തായാലും ട്രാവലിംഗ് ഉണ്ട് ഇവിടെ. ഓക്കെ, ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം അവൈലബിൾ അല്ല ആളെ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് ഇവിടെ സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ട്രാവലിങ്ങിൻ്റെ എനർജീസ് വന്നിട്ടുള്ളത് ഇവിടെ. അപ്പം അതും ഒരു റീസൺ ആണ് ഇവർക്ക് റൺ ചെയ്യാനായിട്ടുള്ളത്. കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസ് വരുമ്പോൾ ആൾക്ക് ഇവിടെ എന്താ പറയുക, ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ റിലേഷനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇത് ഓൾറെഡി ഈ ഒരു വ്യക്തിക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കണം ഇവർ ഈ ഒരു കണക്ഷനിൽ റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിങ്ങളെ ഗോസ്റ്റ് ചെയ്തു എന്നുള്ളൊരു എനർജിയിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ലൈക്ക് ഇവർ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതും ഇതും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് ഈ ഒരു വ്യക്തിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്താണ്, സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതിനെ വിട്ട് കളയുക എന്നുള്ളതാണ്. അതല്ലാതെ വേറൊരു ഓപ്ഷനില്ല. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ആ ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പക്ഷേ ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയപ്പോൾ അതും ഇതും എല്ലാം നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും അതൊന്നും റിയൽ അല്ല. ഈ ഒരു ജസ്റ്റ് ചുമ്മാ തർക്കത്തിന് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലൊരു വർത്തമാനം പറഞ്ഞതാണ്. അല്ലാതെ അത് മനസ്സിൽ തട്ടി പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ അതിൽ ആ ഒരു കാര്യമൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, അതിൽ ആ ഒരു വ്യക്തിക്ക് റിഗ്രഷനുണ്ട്. ഇവിടെ എന്താ പറയുക, ഒരു ടവർ മൂവ്മെൻറ്റിൻ്റെ എനർജീസാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത്. നിങ്ങളാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറല്ല. അതാണ് ഈ ഒരു വ്യക്തിയുടെ തോട്ട്സും കാര്യങ്ങളും. ചില സമയത്ത് നിങ്ങൾ നല്ല ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം മേ ബി. ഓക്കെ, ഫോർ സം ഓഫ് ഇത് നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. നിങ്ങൾ രണ്ടുപേരും പാസ്റ്റ് ലൈഫാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഈ ഒരു വ്യക്തി ഫേമസ് ആയിരിക്കാം മേ ബി. ഓക്കെ, അങ്ങനല്ല ഈ ഒരു വ്യക്തി ഇപ്പം മൂവ് ചെയ്ത് പോയി. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർക്ക് ഈ റിലേഷനിൽ ഹോപ്പ് ഇല്ല എന്നല്ല, ഇവർക്ക് ഈ റിലേഷനിൽ ഹോപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആകുമെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായോ? സോ ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം മേ ബി ഇവിടെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടാവും. വോട്ട് എവർ ദ സിറ്റുവേഷൻസ്. മേ ബി ചിലരൊക്കെ ഇവ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കും കാണുന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ പഴയ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുവരെയും റിലേഷനിലായിരുന്നില്ല. പെട്ടെന്ന് നിങ്ങളൊരു റിലേഷനിലേക്ക് വന്നു കഴിഞ്ഞ് വലിയൊരു ഡീപ്പ് ബോണ്ടിങ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സംഭവിച്ച എന്താണ്, ഒരു സെപ്പറേഷൻ ഫേസ് ആണ് സംഭവിച്ചത്. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങളിങ്ങനെ പകച്ച് നിൽക്കുകയാണ്, ലൈക്ക് ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്.
ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടാരോട്സ് കാണാൻ തുടങ്ങി, സ്പിരിച്വൽ ആവാൻ തുടങ്ങി. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ കണക്ഷനാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കേട്ടോ. കാരണം ഇവിടെ 3 കാർഡ്സ്, ഇത് സ്റ്റാറിൻ്റെ കാർഡാണ്. ഈ സ്റ്റാർ കാർഡ് കാണിക്കാൻ പറ്റത്തില്ല, യൂട്യൂബിൻ്റെ പോളിസീസിന് എതിരാണ്. സോ അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, 6 ഓഫ് കപ്സും പിന്നെ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാർഡ്. പാസ്റ്റ് ലൈഫ് ഡയറക്റ്റ് ആണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആണ് വന്നേക്കുന്നത്. അപ്പം പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയും തമ്മിൽ. അപ്പം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ആ ഒരു വ്യക്തിയോട് ചിന്തിക്കുന്നുള്ളത്. സോ നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനിലുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ കണക്ഷനിലാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ടോട്ടലി റെസനേറ്റ് ആകും. അപ്പം നിങ്ങൾക്ക് അങ്ങനൊരു ഫീലിങ്സ് ഇല്ല, ജസ്റ്റ് ഒരു എന്താ അങ്ങനെ കാർമിക്സ് ആണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അങ്ങ് ഉള്ളിലേക്ക് എടുത്തിരിക്കേണ്ട കേട്ടോ. സോർ എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഡിവൈൻ ഇൻ്റർവെൻഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഇനി ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ടോ എന്നുള്ളൊരു തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിന് ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീയൂണിയൻ ഉണ്ട്, റീകണക്റ്റ് ആവും നിങ്ങൾ തമ്മിൽ. പക്ഷെ സമയമെടുക്കും കേട്ടോ. അതാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർ നിങ്ങളുടെ ആ ഒരു കുറവ് റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ കുറച്ച് ടൈം എടുക്കും. മനുഷ്യനല്ലേ, പെട്ടെന്ന് ചേഞ്ച് ആവില്ലല്ലോ. കുറച്ച് ടൈം എടുക്കും ഈ ഒരു വ്യക്തിയിലും ചേഞ്ചസും ഷിഫ്റ്റുകളും ഒക്കെ വരാൻ വേണ്ടിയിട്ടോ. അപ്പോൾ എനിക്കിതായിരുന്നു ഈ റീഡിങ്ങിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ബെല്ലൈക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവുക കേട്ടോ. സോ താങ്ക് യു.